നമസ്കാരം. പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ടിരിക്കുന്നു. ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളൊക്കെ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ. അവിടേക്ക് എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം വലിയ വീടുകളും ചെറിയ വീടുകളും ഒക്കെ വെച്ച് താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരുണ്ട്. വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഈ പ്രദേശത്തൊക്കെ തന്നെയുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ഒരു മാർഗവുമില്ല. ഒരു തരത്തിലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുപോലെ ഗതാഗത സംവിധാനങ്ങൾ നേരത്തെ തന്നെ താറുമാറായി. റോഡിലൊക്കെ 1-2 ആൾ പൊക്കത്തിൽ കല്ലും മണ്ണും അടിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഒരു പ്രദേശവാസി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ആ വീടൊന്നും കാണുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭിണിയായ ഒരു സ്ത്രീയും അടക്കം നിരവധി പേർ ആ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെ ആരെയും കാണുന്നില്ല. അവരൊക്കെ മണ്ണിനടിയിലാണ് എന്നാണ് ഒരു വ്യക്തി ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല പ്രദേശം ഏതാണ്ട് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അതുപോലെ മുണ്ടക്കൈ, അട്ടമല പൂർണ്ണമായി ഒറ്റപ്പെട്ടു. അവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇപ്പോൾ പലർക്കുമില്ല. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. അവർ ജീവനോടെയുണ്ടോ, ഒലിച്ചുപോയോ, മണ്ണിനടിയിൽപ്പെട്ടോ, വെള്ളത്തിൽ ഒലിച്ചുപോയോ, കാര്യങ്ങളൊന്നും അറിയില്ല. പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ പ്രായമായവരും ഗർഭിണികളും അടക്കമുള്ള നിരവധി പേർ ഇവിടേക്ക് ഉണ്ടാകാം. അപ്പം ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് അതീവ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഒരു പ്രദേശം മുഴുവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. നിരവധി വാർഡുകൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അവിടെയൊക്കെയുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചു, വീടുകൾ ബാക്കിയുണ്ടോ, ജനങ്ങൾ ബാക്കിയുണ്ടോ, അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം കാര്യങ്ങൾ അറിയുന്നില്ല. അതുപോലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തന്നെ തകർന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. മൊബൈൽ നെറ്റ്വർക്കുകളൊന്നും കിട്ടുന്നില്ല. പ്രദേശത്തെ 1-2 മൊബൈൽ ടവറുകൾ മറിഞ്ഞ് വീണതായുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അതോടുകൂടി പല സംവിധാനങ്ങളും തകരാറിലായിരിക്കുകയാണ്. വാർത്താവിനിമയ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ ആരൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ച് അറിവുമില്ല. അതുപോലെ ഓരോ നിമിഷവും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട്, ബന്ധുവിൻ്റെ കുടുംബം അവിടെയുണ്ട് എന്നൊരാൾ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ അവിടെയുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ട കുറേ ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നത്. അതീവ ദുഃഖിതരായി സ്വന്തം ഉറ്റവരെയും ഉടയവരെയും കാണാനില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയെ കൂടി മാധ്യമങ്ങളിൽ, ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു. ഇതാണ് അവിടുത്തെ അവസ്ഥ. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഈ മൃതദേഹങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഇത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണയില്ല. കാണുന്ന ആളുകളെ അല്ലെങ്കിൽ രക്ഷ അഭ്യർത്ഥിക്കുന്ന ആളുകളെ കഴിയുന്നതും രക്ഷിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എയർലിഫ്റ്റിംഗ് സംവിധാനം വന്നാലും അതേ പറ്റുകയുള്ളൂ. മണ്ണിനടിയിൽ കിടക്കുന്നവരെയും കല്ലുകൾക്കും പാറകൾക്കും ഇടയിലും കിടക്കുന്നവരെയും ഒലിച്ചുപോയവരെയും ഒക്കെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും, എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു കടുത്ത ആശങ്കയും വളരെ വേദനാജനകമായ ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. ഒരിക്കലും ഇത്രയും വലിയ ഒരു വ്യാപ്തി ദുരന്തത്തിനുണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ ഈ വാർത്ത മറുനാടൻ TV റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ എന്ന ഒരു നിലയ്ക്കാണ് ഇത്രയും വലിയ വ്യാപ്തി ഇതിനുണ്ടാകും എന്ന ഒരു ഭീതി പരത്തുന്ന ഒരു കാര്യമല്ല വ്യക്തമാക്കിയത്. കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. നേരം പുലർന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും എന്നാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ ഓരോ നിമിഷവും ഇതിൻ്റെ അപ്ഡേറ്റുകൾ നൽകുമ്പോഴും ഓരോ തരത്തിലുള്ള ദുരന്ത വാർത്തയും ദുഃഖവാർത്തയുമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അത്ര മേൽ ശക്തമായ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രദേശം 1-2 പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവിടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അവിടെയുള്ളവർ ജീവനോടെ ഉണ്ടോ എന്നറിയില്ല. ഇതിനൊന്നും കൃത്യമായി ആരുത്തരം പറയും? ഇതിനൊക്കെ ആർക്ക് ഉത്തരം പറയാൻ സാധിക്കും? നിസ്സഹായാവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും നാട്ടുകാരും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചാലും പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇനിയും കിട്ടേണ്ടതുണ്ട്. ഇനി വരുന്ന ബുള്ളറ്റിനുകളിൽ കിട്ടുന്ന വിവരങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകരെ അറിയിക്കും.